നമസ്കാരം. ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് വെഡിങ്സ്. ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചങ്ങരംകുളം ആൻഡ് എടപ്പാൾ. സൺറൈസ് ഹോസ്പിറ്റൽ, കെയർ ബിയോണ്ട് ക്യൂർ. തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടുകൾ തിരുത്തുക, വാർഷിക പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുക, കേരളത്തിലെ തൊഴിൽ ദിനങ്ങൾ 12 കോടിയായി ഉയർത്തുക, ഭൂവികസന പ്രവൃത്തികൾക്കുള്ള വിലക്ക് നീക്കുക, കാർഷിക മേഖലയെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, പ്രതിദിന വേതനം 600 രൂപയാക്കുക, തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ എടപ്പാൾ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ എടപ്പാൾ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPIM എടപ്പാൾ ഏരിയ സെക്രട്ടറി T. സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഈ സമരം എന്തിനാണെന്നത് സമരത്തിൽ വന്നയാളിൽ തന്നെ ഈ സമരത്തെ വീക്ഷിക്കുന്നവർക്കും അറിയാം. ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തെ സംബന്ധിച്ചും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ സമരം എന്ന് പറയുന്നത് ഒരു സൂചനയായി കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ സംഘടിതമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ സമരശേഷിയെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. എന്താണ് ഇവിടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം? ഒന്ന്, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഈ തൊഴിൽ ഉറപ്പാവാനും നിശ്ചിത ദിവസം തൊഴിൽ നൽകാനും ആ തൊഴിലിന് ഒരു നിശ്ചിതമായ കൂലി നൽകണമെന്നും തീരുമാനിക്കുന്നത് 2005-ലാണ്. പ്രഭാകരൻ ഇവിടെ സൂചിപ്പിച്ചു. അപ്പൊ തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ടുള്ളവർ മനസ്സിലാക്കേണ്ടത്, ചരിത്രത്തിലാദ്യമായി ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷത്തിന്റെ സഹായമില്ലാതെ ഭരിക്കാനാവില്ല എന്ന് കോൺഗ്രസിന് ബോധ്യപ്പെട്ടൊരു കാലമാണ്. അപ്പോൾ കോമൺ മിനിമം പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതിൽ CPIM ഇടതുപക്ഷം ആവശ്യപ്പെട്ടതാണ്. ഇന്ത്യൻ ഗ്രാമങ്ങളിലെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലെ പാവപ്പെട്ടവർ, അവർ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ്, പട്ടിണിക്കാരാണ്. ഈ പട്ടിണിക്കാരും ദാരിദ്ര്യമുള്ളവരുമായ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി അവർക്ക് നിശ്ചിത ദിവസം പണിയും അതോടൊപ്പം തന്നെ തീരുമാനിക്കപ്പെട്ട കൂലിയും കൊടുക്കണം. ഇതാണ് ഇടതുപക്ഷം പിന്തുണയ്ക്കുമ്പോൾ ഈ ഭരണക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ മന്ത്രിയാവാനോ ഭരിക്കാനോ ഇല്ല, പക്ഷേ ഇന്ത്യയിലെയും നമ്മുടെ നാട്ടിലെയും പാവപ്പെട്ടവരായിട്ടുള്ള തൊഴിലാളികൾക്ക് തൊഴിലും അതുപോലെ തന്നെ കൂലിയും നിർബന്ധമായി നൽകണമെന്നാവശ്യപ്പെട്ട പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. NRGS വർക്കേഴ്സ് യൂണിയൻ എടപ്പാൾ ഏരിയ പ്രസിഡന്റ് K. ലക്ഷ്മി അധ്യക്ഷയായി. അഡ്വക്കേറ്റ് K. വിജയൻ, MA നവാബ്, TK സൂരജ്, കല്ലാട്ടൽ വേലായുധൻ, ബിജു കുണ്ടയാർ, PV ലീല എന്നിവർ സംസാരിച്ചു. NRGS വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. കേരളത്തിൽ ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഏറ്റവും ശക്തമായ സംഘടനയായ NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഏരിയ തലങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുമ്പിൽ ഇതുപോലെ ആയിരക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികൾ സമരം രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അവരുടെ നീറുന്ന നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം NREG വർക്കേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. NREG വർക്കേഴ്സ് യൂണിയൻ സിന്ദാബാദ്, BSNL മാർച്ച് സിന്ദാബാദ്. ഇടതുപക്ഷം കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതിയെ കരിനിയമങ്ങൾ കൊണ്ടുവന്ന് തകർക്കാൻ നോക്കുന്ന കേന്ദ്രം വാഴും സർക്കാരെ, നരേന്ദ്രമോദി സർക്കാരെ ഇല്ല, ഞങ്ങൾ അനുവദിക്കില്ല, ഇല്ല, ഞങ്ങൾ അനുവദിക്കില്ല.
Charitra Vivag Bridal Collections by Shobhika Weddings. Chitra Gold and Diamonds, Changaramkulam and Edapal. Sunrise Hospital. Care beyond cure.